ഞങ്ങളപ്പം ഇപ്പം ഡേ 1-ൻ്റെ ഡെസേർട്ട് സ്റ്റേക്കുള്ള വണ്ടിയിലേക്ക് കയറി. ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ അവർ പിക്ക് ചെയ്തു. ഞങ്ങളൊരു 25 മിനിറ്റ്സോളം വെയിലത്ത് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവർ വന്നു. അപ്പം പുറകിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ മാത്രമല്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ടീംസ്. വണ്ടി പിന്നെ കുത്തുബ്യ മോസ്കിൻ്റെ സൈഡിൽ കൂടിയാണ് പോയത്. ആ റെഡ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ പച്ച കളർ സ്റ്റാറില്ലേ, അതാണ് മൊറോക്കോയിലെ ഫ്ലാഗ്. ഇവിടെ വേറെയും കുറേ ആഫ്രിക്കൻ നേഷൻസിൻ്റെ ഫ്ലാഗ് ഉണ്ടായിരുന്നു. കാരണം ആ വീക്കെൻഡ് ആയിരുന്നല്ലോ അവിടുത്തെ ഫുട്ബോൾ മാച്ചിൻ്റെ ഫിനാലെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ പിന്നെ ന്യൂ സിറ്റിയുടെ പോർഷനിലേക്കാണ് വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിൽഡിംഗ് ഒക്കെ ഇച്ചിരി കൂടി മോഡേണും പൊക്കം കൂടി വന്നിട്ട്. പക്ഷെ എന്നാൽ തന്നെ കളറെല്ലാം ഓറഞ്ചാ. അവിടുത്തെ ഒരു മണ്ണിൻ്റെ കളറാ. ട്രഡീഷണൽ ബിൽഡിങ്സിനും ഈ കളർ തന്നെയായിരുന്നു. സിറ്റി മൊത്തം ഈ കളറായിരുന്നു ബിൽഡിങ്സിന്. ഞങ്ങൾക്കപ്പോൾ സഞ്ചാരത്തിലെ പോലെ ഫ്രണ്ടിലൊക്കെ സീറ്റ് കിട്ടി. പുറകിൽ വേറെ 2 പേരുള്ളതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആളുടെ ഒപ്പം ഇരിക്കുക. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിലോട്ട് നല്ല വ്യൂ ഉണ്ട്. അപ്പം പോണ വഴിയൊക്കെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അഗാഫയിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ തൽക്കാലം ഒരു വാൻ എടുത്ത് നല്ല പുറത്തോട്ടുള്ള വ്യൂവില് പനകൾ. മൊത്തത്തിലൊരു പൊടിമയമുള്ള നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. ഇപ്പം ചെറിയ തണുപ്പുണ്ട്, ചെറിയ വെയിലും ഉണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ ടൗണിൽ നിന്ന് ഇറങ്ങണ ഏരിയ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ബ്ലോക്കൊക്കെ കിട്ടി. നേരെ കാണുന്നതാണ് അറ്റ്ലസ് മൗണ്ടൻ റേഞ്ച്. അവിടെ നല്ല മഞ്ഞൊക്കെ മൂടിക്കിടക്കണ കാരണം മേഘം ഏതാ മലകൾ ഏതാണെന്നൊന്നും മനസ്സിലാവണേ ഇല്ല. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. അങ്ങനെ വണ്ടി ഒരു 1-1.5 മണിക്കൂറോളം ഓടി ഞങ്ങൾ അഗാഫെ ഡെസേർട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരിയും കൂടി മൗണ്ടൻ റേഞ്ചസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലിരുന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പം സിറ്റിയിൽ നിന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഇവിടെ എണീറ്റപ്പോഴത്തേക്കും സൈഡിൽ നോക്കുമ്പം കുഞ്ഞു കുഞ്ഞു ക്യാമ്പൊക്കെ കാണാം. അവിടെ ചിലയിടത്ത് ഒട്ടകങ്ങളും ചിലയിടത്ത് ഇങ്ങനത്തെ ബഗ്ഗീസൊക്കെ ആയിരുന്നു ഉള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് മണിക്കൂർ ബേസിസിൽ റെൻ്റ് എടുത്തിട്ട് അവിടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമായിരുന്നു. ഞങ്ങളിപ്പം പോണത് ഒറിജിനൽ ക്യാമ്പിലേക്കാണ്. ഞങ്ങളിത് എയർബിഎൻബി വഴി ജസ്റ്റ് തലേ ദിവസം അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബുക്ക് ചെയ്ത് വന്നു എന്നുള്ളൂ. പക്ഷെ നമുക്ക് ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും മരിക്കേഷിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കുറേ ടൂർ ഗൈഡ്സിൻ്റെ ഓഫീസസ് കാണും ടൗണിൽ തന്നെ. അപ്പം നമുക്ക് എവിടെയെന്ന് വെച്ച് കയറിയിട്ട് ഇഷ്ടമുള്ള പാക്കേജ് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് കമ്പയർ ചെയ്തൊക്കെ സെലക്ട് ചെയ്യാം. ഞങ്ങൾ 2-3 സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും ഞങ്ങൾക്ക് എയർബിഎൻബിന്ന് കിട്ടിയ ഡീൽ തന്നെയായിരുന്നു നല്ലത്. അപ്പോൾ അത് കാരണം പിന്നെ ഞങ്ങൾ അത് തന്നെ പ്രൊസീഡ് ചെയ്തു. പിന്നെ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ആയി വരണേ ഉള്ളൂ. എന്നാൽ തന്നെ ഇവിടുത്തെ ആൾക്കാരും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. അത് കാരണം ഈ ഒരു നൈറ്റ് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ വന്ന് പല ടീംസായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഹോസ്റ്റ് പോലത്തെ ഒരാൾ എല്ലാ ടീംസിനോടും വന്ന് സംസാരിച്ച് കംഫർട്ടബിളൊക്കെ ആക്കി. എങ്ങനെ ഉണ്ടായിരുന്നു ജേർണി എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഇങ്ങനെ ഓരോ ബെഞ്ചും ഡെസ്കൊക്കെ പോലെ അവിടെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഇരിക്കാനുള്ള ടേബിളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഇച്ചിരി അങ്ങ് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഒരു സ്റ്റേജൊക്കെ പോലെ അവർ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പുറകോട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ക്യാമ്പൊക്കെ കാണാം. ഇവിടുന്ന് കാണുന്ന ഡെസേർട്ടാണെങ്കിൽ നമ്മുടെ മണലാരണ്യമല്ല, ഇച്ചിരിയും കൂടി ടഫായിട്ടുള്ള കല്ലിൻ്റെ ഒക്കെ ഒരു ഡെസേർട്ടാ, റോക്കി ഡെസേർട്ടാ. ഒരു ഗ്ലാസ് വെള്ളവും ഇതും കൊണ്ടുവക്കാൻ പറഞ്ഞത്. നംകീൻ പോലത്തെ മൈദയുടെ സാധനം.
Boss? You're welcome. Thank you. Whiskey. Thank you. You're welcome. One shot. ഞങ്ങളെ അങ്ങനെ ഹോസ്റ്റ് ഞങ്ങളുടെ 3 ടെൻറ്റുകൾ കാണിച്ചു തരാൻ വേണ്ടി പോയി. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോണ ഏരിയയിലാണ് കേട്ടോ പൂളിൻ്റെ ഏരിയ ഉള്ളത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷെ തണുപ്പായതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഞാനാണെങ്കിൽ ആ ഏരിയയുടെ വീഡിയോ എടുക്കാനും മറന്നുപോയി. പക്ഷെ സമ്മറിൽ പോവുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. ഈ വീടുകളിൽ രണ്ടാമത് കാണിച്ച റൂമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത്. അപ്പം ഞങ്ങൾ ഇതിനെ വിദഗ്ധമായി എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് കാണിക്കാം. അങ്ങനല്ല ലൈക്ക് എ ടൂർണമെന്റ് ഇപ്പം എനിക്കെല്ലാം ഇഷ്ടമായി. അതെ, ഞങ്ങൾ എല്ലാത്തിനും ഓക്കെയാ. ഞങ്ങൾ പിന്നെ ഗെയിമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇത് ഒന്നാമത്തെ വീട്. നമ്മൾ ആ 2 കണ്ടതിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ മാറ്റി ഇപ്പൊ റൂള് മാറ്റി. നിനക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞ രണ്ടാമത്തെ അല്ലേ? 1, 2, 3 ഓക്കെ. റാൻഡോട്ട് വെക്കാളെ. അപ്പൊ നീ ഏത് കപ്പിളാന്ന് പറയണം. അത് അങ്ങനെ പറയണം. ഇവന്റെ മേത്ത് തുടരുന്നിട്ട് അവന് ആ സ്പർശനം വെച്ച് പിടിക്കും. ഈ വീട് ജൂബിലിനുള്ളത് അല്ല, രണ്ടെന്നാ കാണിച്ചേ. അപ്പൊ എനിക്ക് എന്റെ അടുത്തു അടുത്തത് സന്തോഷായി. അത് ജീബിനെ എനിക്ക് അതിന്റെ അപ്പുറത്ത് വീട്. അപ്പൊ ബേസിൽ ഇവിടെ വലിയ വിശാലമായ എല്ലാവർക്കും ഇരിക്കാൻ space ഉണ്ട്. ഭാഗ്യം, നമുക്കിനി കേറി പോണ്ടല്ലോ. അപ്പോൾ ഈ റൂം ഓർ ടെൻറ്റ് നമ്പർ 1 ഒന്ന് ചുറ്റിക്കാണിക്കുകയാണെങ്കിൽ ഈ മുറിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 സെറ്റ് ബെഡ് ഉണ്ടായിരുന്നു. AC ഉണ്ട് എല്ലായിടത്തും ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അവരൊരു മതിലിട്ടിട്ട് തൊട്ടപ്പുറത്ത് വാഷ്റൂം സ്ഥലവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ടെൻറ്റുകളിലേക്ക് വന്നു. ആ ഫസ്റ്റ് ദൂരെ കാണുന്ന എവിടെയാണ് ബേസിലിൻ്റെ ആൽഫിയുടെയും ടെൻറ്റ്. പിന്നെ ഇതാണ് ജുബിലിൻ്റെയും റോജിൻ്റെയും ടെൻറ്റ്. ഇത് ഞങ്ങളുടെ 2 പേരുടെയും ടെൻറ്റ്. ഞങ്ങളുടെ റൂമിൻ്റെ റൂം ടൂർ കാണാം. ടെൻറ്റ് AC നല്ല ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അത് അടിപൊളി. അത്യാവശ്യം സ്പേഷ്യസ് ബെഡ്. പിന്നെ ഇങ്ങനെ ഒരു സിങ്ക് ഉണ്ട് ഇവിടെ. പിന്നെ ലെഫ്റ്റിലേക്ക് ടോയ്ലറ്റും റൈറ്റിലേക്ക് ബാറ്റപ്പും ഉണ്ട്. ഞങ്ങളുടെ ടെൻറ്റ് തൊട്ട് സൈഡിലാണെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. അത് ഇവരെ കോമ്പൗണ്ടിന് പുറത്തേക്കുള്ള ഗേറ്റാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് നടന്നപ്പം ഒരു ചെറിയ കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് പോലെ 2 ഡയറക്ഷനിലേക്ക് 2 ഡിഫറെൻറ്റ് ക്യാമ്പുകൾ കാണാമായിരുന്നു. അപ്പോഴത്തേക്കും സമയമൊക്കെ ഒരു 7:30 ആയിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും ഡിന്നർ ഷോയ്ക്ക് വേണ്ടിയിട്ട് മെയിൻ ഏരിയയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു. എനിക്കൊന്ന് എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വൈബ് കിട്ടുക. ഓ ഹലോ, യു കെ വെക്കാം. ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷെ എൻ്റെ ഒരു കാതിലേ കമ്മലുള്ളൂ. ജിബിൻ ചേട്ടൻ എനിക്ക് ഈ വർഷം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത കമ്മലായിരുന്നു. ഞങ്ങൾ ആ മലയിൽ പോയപ്പം ഒരെണ്ണം അവിടെ വീണുപോയി. പക്ഷെ അത് ഈ ട്രിപ്പിലെ എൻ്റെ ആദ്യത്തെ കമ്മലേ ആയിട്ടുള്ളൂ. ഇനിയും എൻ്റെ ഈ ട്രിപ്പിൽ 2 കമ്മലും കൂടി കാണാനില്ലാണ്ടാവും. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പറയാണ്ടിരിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായി. ഞങ്ങൾ പുറത്തിരുന്നെങ്കിലും അവിടെ ചെറിയ മഴയൊക്കെ തുടങ്ങിയ കാരണം അവർ ഞങ്ങൾ ഉള്ളിലോട്ട് വിളിച്ചു. ഇവിടെ ഒരു ഫയർ പ്ലേസിൽ ഫയറൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷം ആവാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആദ്യത്തെ കോഴ്സ് വന്നേക്കാണ്. ഉച്ചയ്ക്ക് കിട്ടിയ അതേ ബണ്ണാണ്.
എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആദ്യം പുറത്തായിരുന്നിരുന്നത്, പിന്നെ അവിടെ നിന്ന് തണുപ്പും മഴയൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് പോകുന്നു. ഇവിടെ ഒരു പാട്ടുകാരനുണ്ട്. ഇതാ ഫസ്റ്റ് കോഴ്സ്. നമുക്കപ്പം ആദ്യം സൂപ്പ്, ബ്രെഡ് കഴിഞ്ഞ് സൂപ്പ് തരുവാണ് അവര്. ചേട്ടനത് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ആദ്യം തരും. താങ്ക് യു. ഞങ്ങൾക്കിപ്പോൾ സാലഡ് കിട്ടിയിട്ടുണ്ട്. എന്താ ചേട്ടാ സാലഡ് അല്ലേ? അവിയലോ? അത് ബീട്രൂട്ടിന്റെ എന്തുണ്ട്, പിന്നെ പൊട്ടറ്റോ അല്ലേ? പൊട്ടറ്റോ. അപ്പോൾ അവർ തന്ന 3 സാലഡ്, പൊട്ടറ്റോയും ബീട്രൂട്ടും, എനിക്കൊന്ന് ബ്രിഞ്ചോളിൻ്റെ എന്തോ മാഷും, പിന്നെ നമ്മുടെ സ്ഥിരം ബ്രെഡ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു. നൂഡിൽസ് ഉണ്ട്, ടർജീൻ ചിക്കനും ഉണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ ഞങ്ങൾക്ക് സ്വീറ്റായിട്ട് ഒരു ഓറഞ്ചാണ് തന്നെ. എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഓറഞ്ച് അതായിരിക്കും. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും പതുക്കെ ആക്റ്റീവൊക്കെ ആയി, പാട്ടുകാരുടെ പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ചു. പിന്നെ പുറത്ത് വെതർ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴത്തേക്കും എല്ലാവരും പുറത്തോട്ട് പതുക്കെ ഇറങ്ങി. വീഡിയോ എടുക്കാൻ നിങ്ങൾ ഡാൻസ് കളിക്കാം, ഞാനിങ്ങനെ വീഡിയോ എടുക്കാം. നിങ്ങൾ അതല്ലേ ഞങ്ങളെ കറക്ക് അതല്ല. ആ ഇനി ബേസില് കനലിലേക്ക് ഇടണോ? ഇത് നമ്മൾ ചുമ്മാ ഇപ്പം ഏതാണ് മെറ്റീരിയലാണ് ഇങ്ങനെ കറക്കി. ആ അത് തന്നെ, മറ്റേ പാത്രം കഴുകി തുടങ്ങി, കറക്കി പുറക്കൊക്കെ ഉണ്ടാവും. ഞങ്ങളന്ന് വന്നവർ പല പല രാജ്യങ്ങളിൽ നിന്നായിരുന്നു. അപ്പം ഇവർ കുറേ മൊറോക്കൻ പാട്ടൊക്കെ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ ഡ്രംസൊക്കെ തന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തെ പാട്ട് പാടിത്തരാമെന്ന് ചോദിച്ചു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബോളിവുഡ് ഫാൻസാണ്. ഇതിലൊരു കൂട്ടത്തിലൊരാൾ ആഷിക്കി 2 ഒരു ഫുൾ പാട്ട് അക്ഷരം തെറ്റാണ്ട് ഞങ്ങൾക്ക് പാടി തന്നു. പക്ഷെ നമ്മൾ മലയാളികളല്ലേ, അപ്പം ഞങ്ങൾ പാടിക്കൊടുത്ത പാട്ട് ഇതാട്ടോ. ഞങ്ങൾ പിന്നെ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ടെൻറ്റ് 2 പോയി ഡംഷറാട്സ് ഒക്കെ കളിച്ചു. ടീം ഗേൾസായിട്ടാണ് ജയിച്ചത്. പിന്നെ അടുത്ത ദിവസം രാവിലെ എനിക്ക് നേരത്തെ എനിക്ക് കാരണം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനും ജിം ചേട്ടനും കമ്മൽ തപ്പാൻ വേണ്ടിയിട്ട് വീണ്ടും ആ മലയുടെ അങ്ങോട്ട് പോയേ. കമ്മൽ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അവിടെ ഒരു ജസ്റ്റ് 7 ദിവസം പ്രായമുള്ള ബേബി ഒട്ടകത്തിനെയും അമ്മ ഒട്ടകത്തിനെയും അവിടുത്തെ ടെൻറ്റിൻ്റെ ആള് കൂട്ടിൽ നിന്ന് ഇങ്ങനെ നടത്താൻ വേണ്ടി കൊണ്ടുപോയി കാഴ്ച കണ്ടു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. അവരിങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്, നമുക്കപ്പോൾ ഇഷ്ടമുള്ള എടുക്കാം. ഞങ്ങളൊക്കെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ട്. മൊറോക്കൻ കേക്ക് ബേസിൽ കഴിച്ച് കാണിക്കുന്നു. ആൽഫി മൊറോക്കൻ പൊറോട്ട കഴിക്കുന്നു. ഇത് മൊറോക്കൻ ടീയ, വിസ്കി എന്ന് അവർ പറയണേ.
അതെനിക്ക് തോന്നുന്ന എന്നാലും അതായിരിക്കും രാവിലെ തന്നെ വിസ്കി അടിക്കാൻ പോകുന്നു. അവ എന്താണ് ഇപ്പം ബോയ്സ് എല്ലാവരും മൊറോക്കൻ സാധനം കെട്ടാ തലയില്. ബേസിലിന്റെ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു. ഇവര് കളർ തീമിന് മാച്ച് ചെയ്ത ഡ്രസ്സിന് കൊണ്ടുവന്നേക്കണം. ഞങ്ങൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ സിറ്റിയിലേക്ക് തിരിച്ച് കൊണ്ടുവിടാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്താണ് വന്നത്. പക്ഷെ അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് 6 പേരുള്ളതുകൊണ്ട് സെപ്പറേറ്റ് വണ്ടി ആയിരിക്കുമെന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു 2-3 റീൽസൊക്കെ എടുത്തിട്ട് പതുക്കെ പോയാൽ മതിയെന്ന്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ റീൽസ് എടുത്തപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ നല്ല ഫ്രണ്ട്സൊക്കെ ആയി. അപ്പം പിന്നെ അവർ അവരുടെ തലയിൽ കെട്ടണ തുണി വെച്ച് ബോയ്സിനെല്ലാവർക്കും മൊറോക്കൻ സ്റ്റൈല് ഡെസേർട്ടിൽ അവരുടെ എങ്ങനെയാണ് കെട്ടണേന്ന് വെച്ചാൽ കെട്ടിക്കൊടുത്തു. ما شاء الله مستر حسين ما شاء الله All the colors. ഇവൻ ടീമിൽ എടുത്തു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും നിൽക്കുന്ന ഫോട്ടോ എടുക്കണം. നിങ്ങളുടെ ബേസിലോടോ സൺഗ്ലാസ്. ما شاء الله ما شاء الله